നമ്മളെപ്പോഴും പറയണ കേട്ടിട്ടില്ലേ? മിക്കവാറും നമ്മൾ പറയണ അല്ലേ, എൻ്റെ കയ്യിൽ പൈസയില്ല, എനിക്ക് സാമ്പത്തികമില്ല, എന്നാണോ ഒറ്റ പൈസ വന്നാൽ നിൽക്കണില്ല, എൻ്റെ കൈ ഓട്ടക്കയ്യാ എന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ? ഓട്ടക്കയ്യാന്നൊക്കെ മിക്കവാറും തന്നെ പറഞ്ഞേക്കാം. ഒരൊറ്റ പൈസ നിൽക്കില്ല, ഒരു മാസാവസാനം ആകുമ്പോഴത്തേനും അവിടെ നിന്നെങ്കിലും കടം മേടിക്കണം, എന്നാലേ ജീവിച്ചു പോകുള്ളൂ. പൈസ എന്നാണോ വന്നത് മാത്രം അറിയാം, പോണത് എതിലേ പോകുന്നു എന്ന് അറിയത്തില്ല. മിക്കവർക്കും അറിയത്തുമില്ല കേട്ടോ, ഇത് എതിലെയാ പോയേക്കണേന്ന് പോലും നമുക്ക് അറിയത്തില്ല എന്നൊക്കെ പറയും ഇല്ലേ? അപ്പം ഈ പൈസ ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതിയും കൂടെയാണെന്നാണ് പറയുന്നത്. നമ്മുടെ കയ്യിലിരിപ്പാണ് ഒന്ന്, രണ്ടാമത്തെ മനസ്സിൻ്റെ നമ്മുടെ ചിന്ത. പൈസേനെ നമ്മൾ ഏത് രീതിയിൽ കാണുന്നു അതനുസരിച്ച് നമ്മുടെ കയ്യിൽ പൈസ നിൽക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ലക്ഷ്മി നാരായണന്മാരായിട്ട് ജീവിക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം ഇല്ലേ? പൈസയോടുകൂടി സമ്പന്നനായിട്ട് നമുക്ക് ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ ചെയ്ത് സമാധാനത്തോടെയുള്ള ജീവിതം, അതാണ് പൈസയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ലേ? അതില്ലെങ്കിൽ ഭയങ്കര പാടും തന്നെയാണ് ഇല്ലേ? അനുഭവിച്ചവർക്കേ അറിയാവുള്ളൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ പൈസ നമ്മുടെ കയ്യിൽ നിൽക്കണമെങ്കിൽ നമ്മൾ പൈസേനെ ഇഷ്ടപ്പെടണം. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മളെ ഇഷ്ടമല്ലാത്തടത്ത് നമ്മൾ നിൽക്കുമോ? ഇപ്പോൾ ഒരാൾ നമ്മളെ അപമാനിക്കുക അല്ലെങ്കിൽ നമ്മളെ ഇത് വലിയ മൈൻഡൊന്നും ചെയ്യാണ്ടിരിക്കുന്നിടത്ത് നമ്മൾ പോകാൻ ഇഷ്ടപ്പെടില്ല. അത് തന്നെയാണ് പൈസയ്ക്കും എന്നാണ് പറയുന്നത്. അതിനൊരു ഊർജം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പൈസേനെ നമ്മൾ ഇഷ്ടപ്പെടാണ്ടിരിക്കുമ്പം, നമ്മളെ ബഹുമാനിക്കാണ്ടിരിക്കുമ്പം അത് നമ്മളിൽ നിന്ന് ഉരുണ്ട് പോകും. അതിൻ്റെ പേര് തന്നെ ചക്രം എന്നല്ലേ? അത് അങ്ങ് ഉരുണ്ടുപോകും. പണ്ട് ചക്രം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അപ്പം നല്ല കൈവല്ല ചക്രം ഉണ്ടോ എന്നൊക്കെ ആയിരുന്നു പണ്ട് കാലത്തുള്ള ആൾക്കാർ ചുമ്മാ സാധാരണ ചോദിക്കുന്ന വാക്കുകളൊക്കെ. അപ്പം നമ്മൾ എന്നാ കാണിക്കണേ? അതിനെ ബഹുമാനിക്കണം, നമുക്ക് ഇഷ്ടപ്പെടണം. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, എന്നെ സ്നേഹിക്കുന്നു എന്ന് എപ്പോഴും മനസ്സിലാവും. നമ്മൾ കുളിക്കുമ്പോഴും ഷവറിനകത്തൊക്കെ നിൽക്കുമ്പോൾ പണം നമ്മളിലേക്ക് വരുന്നതായിട്ടൊരു സങ്കല്പവും ഒക്കെ നമുക്കുണ്ടായിരിക്കണം. എപ്പോഴും പണം നമ്മളിലേക്ക് വരുന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സ് നമുക്ക് ആ പൈസ കൊണ്ടുത്തരും, ഉറപ്പായ കാര്യമാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്തുമാത്രം ആഗ്രഹിച്ചോ അത് നമ്മളിലേക്ക് വരും. പണത്തെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മതി, അത് നമ്മളിലേക്ക് വരും. അതേതെങ്കിലും മാർഗത്തിൽ കൂടെ നമ്മളിലേക്ക് വരും. ഒന്നെങ്കിൽ നമ്മുടെ ജോലിയിൽ നമുക്ക് ഒരു ശകല സാലറിയെങ്കിലും കൂട്ടി കിട്ടിയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ചിട്ടി അടിച്ചാണെങ്കിലും, ഏതെങ്കിലും മാർഗത്തിലൊക്കെ നമുക്ക് വരും. അതേപോലെ നമ്മൾ ഈ വഴിയിലൊക്കെ പൈസയൊക്കെ ചാടിപ്പോവുകയാണെങ്കിൽ അതിനെ ഒന്ന് തൊട്ട് വണങ്ങാനൊക്കെ നമ്മൾ തൊട്ട് വണങ്ങണം. നമ്മൾ പണ്ടൊക്കെ പറയും, നമ്മൾ വഴിയിലൊക്കെ കിടന്ന പൈസ അങ്ങനെയൊന്നും എടുക്കരുത് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അത് എടുത്തിട്ട് അർഹരായവരോ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും അമ്പലത്തിൻ്റെയോ പള്ളിയുടെയോ നേർച്ചക്കുറ്റിയിൽ ഇടുകയാണ് ചെയ്യുന്നത് സാധാരണ. അങ്ങനെ ഇടാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അതിനെ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട്, ദൈവം നമുക്ക് തന്നതായിട്ട് സങ്കല്പിക്കാനാണ് പറയുന്നത്. എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ച് അതാണ്, നമുക്ക് ദൈവം തന്നതായിട്ട് സങ്കല്പിച്ച് നമ്മുടെ പേഴ്സിലോ എവിടെയെങ്കിലും വെച്ചോളുക. അല്ലാണ്ട് നമ്മളത് ദൂരെ വലിച്ചെറിഞ്ഞ് ആരാണ്ട പൈസ ചാടിപ്പോയാൽ അങ്ങനെ എടുത്ത് ലാഫിഷാക്കാൻ ശ്രമിക്കരുത് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ പൈസയ്ക്കൊരു വാല്യൂ ഇല്ല എന്നൊക്കെ നമ്മൾ സാധാരണ പറഞ്ഞില്ലേ? ആ പിള്ളേരാണെങ്കിൽ ഒരു വാല്യൂം പൈസയ്ക്ക് വെക്കുന്നില്ല, ചുമ്മാ ദൂർത്തടിച്ച് നടക്കുക എന്നിങ്ങനെ പറയും. അങ്ങനെ നമ്മൾ പറയും തോറും ആ പൈസ ദൂർത്ത് കൂടും എന്നാണ് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ആ മക്കൾ പറയുക, അപ്പം മക്കളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, അവൻ പൈസയ്ക്ക് മൂല്യമുള്ള, അവൻ സൂക്ഷ്യം കണ്ടു, അവൻ ആവശ്യത്തിന് മാത്രമേ ചിലവാക്കുന്നുള്ളൂ. ഇങ്ങനെ ഒരു സങ്കല്പം നമ്മളിൽ നിന്നുണ്ടാകുകയാണെങ്കിൽ ആ ദൂർത്തിൻ്റെ സ്ഥാനത്ത് അങ്ങനെ ആവശ്യത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ, അനാവശ്യമായിട്ടുള്ള ചിലവൊന്നും ഇല്ല എന്നിങ്ങനെ പറയുകയാണെങ്കിൽ ആ കുട്ടികളിലുള്ള ആ ചിലവുകൾ കുറയും എന്നാണ് പറയുന്നത്. അവർ പിന്നെ അനാവശ്യമായിട്ട് ഒരു പൈസ പോലും ചിലവാക്കില്ല. പിന്നെയുള്ളത് ഒരു പ്രത്യേകത എന്നാണെന്നറിയാം പൈസയ്ക്ക്. നമ്മൾ ഏതെങ്കിലും വാഹനത്തിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചോ അല്ലെങ്കിൽ ഒരു ടാക്സി വിളിച്ചോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ, എന്തെങ്കിലും കാണാനോ ഒക്കെ പോകുമ്പോൾ ചിലർ കാണിക്കുന്നതാണ്, പേഴ്സ് ഇങ്ങനെ എടുക്കും, പൊക്കും, നോക്കും, തിരിച്ചും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ടിക്കറ്റ് കൊടുക്കേണ്ട സമയമാകും, അല്ലെങ്കിൽ പൈസ കൊടുക്കേണ്ട സമയമാകുമ്പോൾ. ഹോട്ടലിലാണെങ്കിൽ കൗണ്ടറിൽ ചെന്നിട്ട് ഇങ്ങനെ നോക്കും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഫോൺ വിളിച്ച് പുറത്തേക്ക് പോകും, അങ്ങനെ കാണിക്കും. അങ്ങനെയുള്ളവരുടെ കയ്യിലൊന്നും ഒരു കാലത്തും പൈസ ഉണ്ടാവില്ല. കാരണം നമ്മൾ അപ്പം തന്നെ മുൻകൈ എടുത്ത് നമ്മൾ പോയി ഭക്ഷണത്തിൻ്റെ പൈസയൊക്കെ കൊടുത്ത് വരുമ്പം നമ്മൾ സന്തോഷത്തോടുകൂടി എനിക്ക് ഇവരുടെയും കൂടെ പൈസ കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടായല്ലോ, ഇവർ 5 പേരുണ്ടെങ്കിൽ 5 പേരുടെയും ഫുഡിൻ്റെ പൈസ കൊടുക്കാൻ എനിക്കുണ്ടായല്ലോ എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി നമ്മൾ ആ പൈസ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് ഏതെങ്കിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് പൈസ കിട്ടും. ആ സമയത്ത് നമ്മളിങ്ങനെ പേഴ്സിലേക്ക് പൈസ പൊക്കി നോക്കി ഫോണും വിളിച്ചു പോയി, അവർ കൊടുക്കട്ടെ, എൻ്റെ കയ്യിൽ പൈസ ചിലവാക്കണ്ട എന്നുള്ള രീതിയിൽ കാണിക്കുകയാണെങ്കിൽ ദാരിദ്ര്യം ഉറപ്പാണ്. ആ 500 രൂപയ്ക്കാണ് നമ്മൾ ഫുഡ് കഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് 500 കൂടെ കുറച്ച് രൂപയും കൂടെ ചിലവായി പോകും.
നമ്മുടെ കയ്യിൽ നിന്നല്ല, നമുക്ക് കൊടുക്കുന്നയാളുടെ കയ്യിൽ നിന്നല്ല, ആ കൊടുക്കാതെ പേഴ്സിൽ പൊക്കി പൊക്കി വെക്കുന്നവരെ ആ പൈസ അവരുടെ കയ്യിൽ നിൽക്കുകയില്ല. അല്ലെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിക്കേ, അവരുടെ കയ്യിൽ നിന്ന് ആ പൈസ അങ്ങ് എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് ആ പൈസ ഇറങ്ങിപ്പോകും. അത് ഉറപ്പായ കാര്യമാണ്. അതേപോലെയുണ്ട് ചിലർ ഈ ഒരു ബഹുമാനം എന്നു വെച്ചാൽ പൈസയൊക്കെ വെക്കണയുടെ സ്ഥലമില്ലേ, അത് ചുമ്മാ എവിടെയെങ്കിലും തൂളി വാരിയൊക്കെ പൈസ ഇട്ടേക്കണ കാണാം. അതായത് കയറിത്തല്ല ഹാളിനകത്ത് കുറച്ച് ചില്ലറ കിടക്കണ കാണാം. എവിടെയെങ്കിലും മേശപ്പുറത്തും ഊണുമേശയിലും ഒക്കെ പൈസ ഇട്ടേക്കണ കാണാം. അങ്ങനെ ഒരു കാലത്തും നമ്മൾ പൈസ ഇടരുത്. നമ്മൾ പൈസ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് കൊണ്ടുവയ്ക്കുക, അവിടെ നല്ല വൃത്തിയാക്കി വെക്കുക. അവിടെ എനിക്കിവിടെ ഇഷ്ടം പോലെ പൈസ ഉണ്ടാവണം, ഇവിടെ പൈസയുടെ അഭിവൃദ്ധി ഉണ്ടാവണം ഒരു കൊച്ചു സ്ഥലമാണെങ്കിൽ പോലും അവിടെ നമ്മൾ നല്ല വൃത്തിയായിട്ട് പൈസ വെക്കാൻ, പ്രാർത്ഥിച്ച് വെക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ നമ്മുടെ പേഴ്സിൽ ഉള്ള ബില്ലുകളും ഉള്ള എന്നാ പറയണേ ബസ് ടിക്കറ്റും കടയിൽ നിന്ന് സാധനം മേടിച്ചതിൻ്റെയും ഒക്കെ ബില്ലുകൾ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചേക്കണ കാണാം. അങ്ങനെയുള്ള ഇതൊക്കെ നമ്മുടെ പേഴ്സിൽ നിന്നും ബാഗിൽ നിന്നും ഒക്കെ എടുത്ത് ദൂരെ കളയുക. അതൊന്നും നമ്മുടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈസ നമുക്ക് നഷ്ടപ്പെടുകയുള്ളൂ. അപ്പം നമ്മൾ എന്നാ കാണിക്കണം, നമ്മൾ അങ്ങനെയുള്ള ഈ ടിക്കറ്റുകളോ അല്ലെങ്കിൽ വേസ്റ്റായിട്ടുള്ള പേപ്പറുകളോ ഒന്നും ബാഗിനകത്തോ പേഴ്സിനകത്തോ സൂക്ഷിക്കില്ല. അവിടെയൊക്കെ പൈസ നല്ല നിവർത്തി നല്ല ക്ലീനായിട്ട് നമ്മൾ വെക്കാൻ ശ്രമിക്കുക. അപ്പോഴും നമ്മളിലേക്ക് പൈസ വരും. ഈ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ വരികയില്ല, ഒരു കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിലേക്ക് വരും. അതേപോലെ പേഴ്സിലൊക്കെ ഒരു മണം ഉണ്ടെങ്കിൽ, ഒരു കർപ്പൂരത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജാമ്പൂൻ്റെയോ ഒക്കെ മണം ഉണ്ടെങ്കിലും നല്ലതാണ്. മഹാലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സുഗന്ധങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പേഴ്സിലൊക്കെ ഒരു മണമൊക്കെ വെക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും ഒരു സുഗന്ധമൊക്കെ വെക്കുന്നത് നല്ലതാണ്. പിന്നെ 1 രൂപയാണെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ കടയിൽ കയറി സാധനം മേടിച്ചു, അപ്പോൾ ബാലൻസ് നമുക്ക് കിട്ടാണ്ട് 1 രൂപ. അപ്പോൾ നമ്മൾ 1 രൂപയല്ലേ പോട്ടെ അങ്ങനെ പറയരുത്. ആ 1 രൂപയാണ് 1 കോടി രൂപയുടെ ഒരംഗമാണ് 1 രൂപ. അത് നമ്മൾ ചിന്തിക്കണം. 1 കോടി രൂപയ്ക്കകത്ത് 1 രൂപയുണ്ട് ഇല്ലേ? അപ്പം നമ്മൾ ആ 1 രൂപേനെ പോലും നമ്മൾ ആ 1 രൂപയായിരിക്കും നമ്മളിലേക്ക് കോടിക്കണക്കിന് രൂപ കൊണ്ട് എത്തിക്കുന്നത്. അപ്പം നമ്മൾ ആ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ 1 രൂപയല്ലേ അല്ലെങ്കിൽ 100 രൂപയല്ലേ അത് പോട്ടെ 10 രൂപയല്ലേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ നമ്മൾ പറയണത് കേട്ടിട്ടുണ്ട് അല്ലേ? 10 രൂപയല്ലേ ഉള്ളൂ അത് പോട്ടെ, ഇപ്പോൾ സാരമില്ല കുഴപ്പമില്ല. ഈ പോട്ടെ എന്ന് പറഞ്ഞാൽ അത് പോവുക തന്നെ ചെയ്യും. നമ്മളെ ഒരു മൈൻഡില്ലാണ്ട് എന്നാൽ നീ പോടാവേ എന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടോ? ആ തമാശയ്ക്കാണെങ്കിൽ പോലും നമ്മളങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലാവും, എന്നാലും നമ്മളോട് നിൽക്കാൻ പറഞ്ഞില്ലല്ലോ എന്ന് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുക അല്ലേ? അതുപോലെ തന്നെയാണ് പൈസയും. അതിന് 1 രൂപ, ആ 1 രൂപയാണെങ്കിലും നമ്മൾ മേടിക്കാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ അവർ ചിലപ്പോൾ മിഠായിയൊക്കെ എടുത്ത് തന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം അതാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചോണ്ടേ പോരാവുള്ളൂ. അതേപോലെ നമ്മൾ പാവപ്പെട്ടവരൊക്കെ സ്കൂട്ടറല്ല ഓട്ടോറിക്ഷയൊക്കെ കൊണ്ടുവരും, അല്ലെങ്കിൽ ചുമട്ട് തൊഴിലാളികൾ എന്തെങ്കിലും വീട്ടിൽ സാധനം കൊണ്ടുവന്നു ഗ്യാസ് കുറ്റി ഇറക്കി വീട്ടിൽ കൊണ്ട് തന്നെ വരും, അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ നമ്മൾ സന്തോഷത്തോടു കൂടി ഒരു 10 രൂപയാണെങ്കിലും കൊടുക്കുമ്പോൾ അവരിലുണ്ടാകുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് പൈസ ഉണ്ടാക്കി തരും. നമുക്ക് അവർക്ക് കൊടുക്കാൻ, ഒരു പാവപ്പെട്ടവനെ സഹായിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള ഇത് നമ്മളിലേക്ക്, അതായത് ദാനം ചെയ്യുക. ദാനം ചെയ്യുകയെന്ന് വെച്ചാൽ ഇങ്ങനെ അർഹതപ്പെട്ടവർക്ക്, നമ്മുടെ വീട്ടിലൊക്കെ ഗ്യാസ് കുറ്റിയൊക്കെ ഇറക്കി തന്നെ പാവം പിടിച്ച പയ്യന്മാരില്ലേ, ബംഗാളി പയ്യന്മാരെ പോലെയുള്ളവർ, അവരൊക്കെ പാവം പിടി, അതൊക്കെ ഒരു 10 രൂപ നമ്മൾ ഗ്യാസ് നിറച്ചിട്ട് വരുമ്പം ഒരു 10 രൂപ നമ്മുടെ വീട്ടിൽ കയറ്റി വെച്ച് തരുന്നതിന് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഹോട്ടലിലൊക്കെ സെക്യൂരിറ്റിക്കാരായിട്ട് നിൽക്കുന്ന പാവം പിടിച്ച അച്ഛന്മാർ പ്രായമായവരായിരിക്കും, അവർക്കൊരു 10 രൂപ കൊടുക്കുക. അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന നമുക്ക് ഭക്ഷണം തന്നവർക്കോ, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് നടക്കണ ഏതെങ്കിലും ഒരാൾ, പറ്റിക്കണവരല്ല കേട്ടോ, കറക്റ്റ് അല്ലാതെ പൈസ പറയണവരുണ്ട്, അതല്ല കറക്റ്റ് പൈസ പറയുകയും മര്യാദയ്ക്കുള്ള ആൾക്കാരും ഒക്കെ ചിലരുണ്ട് കേട്ടോ. നമ്മൾ ഓട്ടോറിക്ഷ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധനങ്ങൾ വരെ എടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ച് തരുന്ന ആൾക്കാരുണ്ട്. അതുപോലെയുള്ള മനുഷ്യർക്ക് നമ്മളൊരു 10 രൂപ കൂടുതൽ കൊടുത്തു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ തർക്കിക്കാനൊന്നും പോകരുത്. അവർക്ക് ഇത്രയും ചാർജ് മേടിച്ചല്ലോ നോക്കുക, അവരൊരു കുടുംബം കഴിയാൻ വേണ്ടി നമുക്കറിയാലോ, നമുക്ക് എന്തോരം ഉണ്ടായിട്ടും നമുക്ക് തികയണില്ല. അപ്പം ഇങ്ങനെ ഓട്ടോ ഓടിച്ചൊക്കെ കുടുംബം പുലർത്തുന്നവരുടെ അവസ്ഥയൊന്നും ഓർത്ത് നോക്കി. ചിലർ ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാതെയാണ് വളർത്തി. എനിക്കിവിടെ അറിയാം, ഒരു ആക്രി വെക്കാൻ ഒരു ചേട്ടൻ വരുന്നുണ്ട്, ഒത്തിരി പ്രായമായതാണ്. പുള്ളി പറയണേക്കാം പല ദിവസവും പഴങ്കഞ്ഞിയും ഈ തേങ്ങയ്ക്ക് വില കൂടി, തേങ്ങയില്ല, അച്ചാറും എന്തെങ്കിലും ആരുടെയെങ്കിലും വീട്ടിൽ നിന്നൊക്കെ മാങ്ങ എന്തെങ്കിലുമൊക്കെ പറിച്ചുകൊണ്ട് അച്ചാറിട്ടതും കൂട്ടി കഴിക്കുന്നതിന് ആക്രി വിറ്റുള്ള പൈസയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം. അതോ ഒരു ഇതിലാണ് ഒരു സ്കൂട്ടർ, പഴയ കാലത്തെ MITയോ അങ്ങനെ എങ്ങാണ്ടൊരു സ്കൂട്ടറിൽ അതേലാണ് നടക്കുന്ന പുള്ളി, അതിനുള്ളത് ആക്രിയെ വെറുക്കുന്നുള്ളൂ, അതേ കൊണ്ടു നടക്കാനുള്ള. അപ്പം അങ്ങനെയാണ്. അപ്പം എത്രമാത്രം നമ്മൾ ബഹുമാനിക്കുക, അതിനെ നിസ്സാരമായിട്ട് കാണാണ്ടിരിക്കുക പൈസേനെ. അപ്പം അതിനെ ബഹുമാനിക്കുക, ദാനം കൊടുക്കുക,
ദാനം കൊടുക്കും തോറും നമുക്കുണ്ടാവും കേട്ടോ, അത് ഉറപ്പായ കാര്യം. ദാനം എന്ന് വെച്ചാൽ ഇങ്ങനെ വാരിക്കോരി നമ്മുടെ ഇതിനൊന്നുമല്ല, ഒരു 10 രൂപയാണെങ്കിൽ 10 രൂപ, അതാണ് ദാനം എന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ദൈവത്തിന് കൊടുക്കാനുള്ളത് നമ്മൾ കൊടുക്കുക. അമ്പലങ്ങളിലോ ഒക്കെ ചെല്ലുമ്പോൾ അതും നടന്നു പോകുന്ന ഒരു പ്രസ്ഥാനമല്ല, അതൊരു ഇതല്ലേ. അപ്പം അവിടെയും നമുക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യാൻ ഒരു 100 രൂപ 50 രൂപ ഒരു വഴിപാട് കഴിച്ചെന്നോർക്കൊന്നും കുഴപ്പമില്ല. ലക്ഷങ്ങളുടെ വഴിപാട് കഴിക്കണമല്ല, 10 രൂപയുടെ 50 രൂപ ഒരു പുഷ്പാഞ്ജലിയോ എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമ്മൾ ഒരു മാല കെട്ടിയിടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ആ മാല കെട്ടുന്ന ചേച്ചിക്കും ഇവിടെ ഞങ്ങളുടെ അമ്പലത്തിൽ മാല കെട്ടുന്ന ഒരു ചേച്ചിയായിരുന്നു. അപ്പം ആ ചേച്ചിക്ക് ഞാൻ എന്നും മാല മേടിക്കാറുണ്ട്. ചില ദിവസം ഞാൻ പറയും 20 രൂപ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം 30 രൂപ ഞാൻ എടുത്തോളൂ. ഒത്തിരി പ്രായമായ ഒരു അമ്മയാട്ടോ അതിരുന്ന് മാല കെട്ടുന്നത്. അതേപോലെ അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അടിച്ചു തരണേ, ഈ എല്ലാ പള്ളികളിലും ഒക്കെ അടിക്കണവരില്ലേ, മിറ്റമൊക്കെ അടിച്ചു തരണേ, അവർക്ക് നമ്മൾ ഒരു 10 രൂപയൊക്കെ കൊടുക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അതൊരു ദൈവീകമായ കാര്യമാണെന്ന് പറഞ്ഞാൽ ചൂലും കൊണ്ട് അടിച്ചു വാരി നടക്കുന്ന അവർക്ക് പൈസ കൊടുക്കുന്ന, ഈ ക്ഷേത്രങ്ങളൊക്കെ വൃത്തിയാക്കി നടക്കുന്നവരില്ലേ, അവർക്ക് നമുക്ക് കഴിയും പോലെ 10 രൂപ 20 രൂപയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം അതും നമുക്ക് പൈസ ഉണ്ടാകാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ എപ്പോഴും സങ്കല്പിക്കുന്നത്, പൈസ ഇല്ലാത്തവർ സങ്കല്പിക്കേണ്ട പൈസ ഉണ്ടാകും, പൈസ ഞങ്ങളിലേക്ക് വരുന്നു എന്നുള്ള സങ്കല്പം. അല്ലാണ്ട് എനിക്കുണ്ടാവില്ല, എല്ലാവർക്കും ഉണ്ടാവും, ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാവില്ല. നമ്മളൊരു കാര്യം തന്നെ ചിന്തിച്ച് നോക്കി, പഠിക്കില്ല എന്ന് പറഞ്ഞാൽ പഠിക്കില്ല, അത് ഉറപ്പായ. എനിക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് നമുക്ക് ചുമ്മാ ഒന്ന് സങ്കല്പിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. നമുക്ക് എവിടെയെങ്കിലും ഒരു വേദനയാണ് വിചാരിച്ചുകൊണ്ടിരുന്നു, മറ്റൊരാൾക്കൊരു വേദന കണ്ടു, അത് എനിക്കുണ്ടോ എന്ന് ഓർത്താൽ നമ്മുടെ വേദന പോകില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു ശരീരത്തിലൊരു വേദന ഉള്ളവർക്ക് തോന്നും, നമുക്കും അവിടെ ഒരു വേദനയുണ്ടോ എന്ന്. ഒരു കൊതുക് കടിച്ചൊരു ചൊറിച്ചിൽ ഒരാൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കും അവർക്ക് അപ്പിടി ചൊറിഞ്ഞ് കടിക്കുകയാണല്ലോ കൊതുക് കടിച്ചിട്ടെന്ന് ഓർക്കും. എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ എന്നിങ്ങനെ വിചാരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓർക്കുക കൊതുക് കടിക്കുമ്പോഴത്തേനും അത് തടിച്ചു വന്നിട്ടുണ്ടല്ലോ, അതങ്ങനത്തെ ചൊറിച്ചിലാണോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിങ്ങനെയാണ്, അതാണ് ആ പ്രപഞ്ചത്തിൻ്റെ ഒരു ഇതാണ്. യൂണിവേഴ്സ് അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചു വെച്ചത്. അപ്പം എപ്പോഴും എൻ്റെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്, എനിക്കെല്ലാം സാധിക്കും, എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ട്, ആ കൃപയാകുന്ന ആ ലൈറ്റിന് ആ വെളിച്ചത്തിൻ്റെ ഉള്ളിൽ ഞാനുണ്ട് എന്നിങ്ങനെ സങ്കല്പിച്ച് നമ്മൾ ജീവിച്ചു നോക്കിയാൽ നമ്മളുടെ ജീവിതത്തിൽ പണവും ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. എനിക്ക് സമാധാനമില്ലേ സന്തോഷമില്ലേ എന്നും പറഞ്ഞ് നമ്മൾ നടന്നിട്ട് കാര്യമില്ല. നമ്മൾ ആ സങ്കല്പത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് പണക്കാരെ കാണുമ്പോഴത്തേനും അവർ മോശക്കാരാണെന്ന് നമ്മൾ ചിന്തിക്കരുത് ഒരിക്കലും. അതും ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാട്ടോ. പണക്കാരാണ്, അവനെ എന്തോ തട്ടിപ്പിലാണ് വെട്ടിപ്പിലാണോ ഉണ്ടാക്കിയത്. എല്ലാവരും ഒന്നും തട്ടിപ്പിലും വെട്ടിപ്പിലും ഒന്നും അല്ല പൈസ ഉണ്ടാക്കുക. ചിലർ എന്തെങ്കിലും നല്ല ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 10-20 വർഷം കഷ്ടപ്പാട് അനുഭവിച്ചിട്ട് അവരൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പണക്കാരനാകും. ഒരു 20 വർഷത്തേക്കൊക്കെ ഓരോ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഏതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവർ പണ്ടിട്ടവരൊക്കെ ഇപ്പോൾ ഭയങ്കര കോടീശ്വരന്മാരായിട്ടുണ്ടാകും. അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അവർ പെട്ടെന്നുണ്ടായത് അവർ കഷ്ടപ്പെട്ട് തന്നെയല്ലേ. അവരുടെ കുറേ കാലത്തനിയിൽ എന്താ പറയണത്, ചൈനീസ് ബാമ്പുവിനെ പോലെ വർഷങ്ങളോളം മണ്ണിനടിയിൽ വളർന്ന് അതിൻ്റെ വേര് ശക്തി പ്രാപിച്ചിട്ട് ഒരൊറ്റ സുപ്രഭാതത്തിലാണ് 600 അടിയൊക്കെ അത് പൊങ്ങിപ്പോണം. ഒരു പ്രാവശ്യം ഒരു 600 അടി പൊങ്ങി പിറ്റേ ദിവസത്തിന് അതങ്ങ് പെട്ടെന്ന് വലുതാവും എന്നാണ് പറയണത് ഈ ചൈനീസ് ബാമ്പു. അതുപോലെയാണ് ഇൻവെസ്റ്റ്മെൻറ്റും. അപ്പം അവരും ഇങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ കോടീശ്വരന്മാരായത്. അതല്ലാത്തവരും ഉണ്ട്, തട്ടിപ്പിലും വെട്ടിപ്പിലും ഒക്കെ കാശുകാരാകുന്നുണ്ട്. അതൊന്നും നിലനിൽക്കില്ല കേട്ടോ. അതൊക്കെ കുറച്ച് കാലം മാത്രമേ ഉള്ളൂ. ഒരു നീർക്കുമുളയുടെ ആയുസ് കാണുള്ളൂ. ഇതിനൊക്കെ കുറേ നാളിങ്ങനെ അവർ സുഖിച്ച് നടക്കും, കുറച്ച് കഴിയുമ്പോൾ എല്ലാം താറുമാറായി പോകും. അതങ്ങനെയല്ല, ഗ്രാജുവലായിട്ട് പതുക്കെ പണക്കാരനാകുന്നവർ അത് എന്നും നിലനിൽക്കും, അത് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. പിന്നെയുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പണം ഒരു മോശ സാധനമാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. അതായത് പണക്കാരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്നു പറഞ്ഞാൽ എല്ലാത്തരം വൃത്തികേടുകൾ ചെയ്യുന്ന ഒരു മനുഷ്യരായി തീരും. അങ്ങനെയാണ് പണം, അത് ഒത്തിരി പണമുള്ളവർ തന്നെ അങ്ങനെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് പണം ഉണ്ടാവില്ല. നമ്മളങ്ങനെ പണത്തിൻ്റെ കുഴപ്പമല്ല, അത് ആളുകളുടെ കുഴപ്പമല്ലേ. അതിന് നമ്മൾ പറഞ്ഞാൽ അവൻ പണക്കാരനായി പിന്നെ ഇങ്ങനെ വൃത്തികെട്ട സ്വഭാവം വന്നേ, അവൻ അല്ലെങ്കിൽ അവൾ അങ്ങനെ ആയിപ്പോയത് കുറേ പൈസയും വന്നു, അവൾക്ക് പിന്നെ ധിക്കാരത്തിൻ്റെ ഇതേ ഉള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ ശരിക്കും അങ്ങനെ പറയുമ്പോഴും നമുക്ക് പറയുന്നവർക്ക് പൈസ ഉണ്ടാവില്ല, മറ്റുള്ളവർ അത് ജീവിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതാണ് പണം എന്ന് പറയുന്നത്. നമ്മൾ എത്രമാത്രം സ്നേഹിച്ചോ അത് നമ്മളിലേക്ക് ഇരട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പരമാവധി നമ്മൾ പണത്തെ സ്നേഹിക്കുക, നമ്മൾ ഇഷ്ടപ്പെടുക.
നമ്മളിലേക്ക് അത് ഒഴുകി വരും, ഉറപ്പായ കാര്യമാണ്. അതിന് വേറെ ഒരു ഇതുമില്ല. അതേപോലെ നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കാനും ശ്രമിക്കണം. ഒരാൾക്ക് പൈസ കൊടുക്കുമ്പം അത് എൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ, എനിക്ക് നഷ്ടപ്പെടുവാണോ എന്നുള്ള ഒരു ദുഷിച്ച മനസ്സോടെ കൊടുക്കണമെങ്കിൽ നമുക്ക് ആ പൈസ നഷ്ടപ്പെടുക തന്നെ ഉള്ളൂ. ആ സമയത്ത് എനിക്കത് കിട്ടും, അതിൻ്റെ ഇരട്ടിയായിട്ട് അതിൻ്റെ അവരുടെ ആവശ്യങ്ങൾ നടന്ന ശേഷം എന്നിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള സന്തോഷത്തോടു കൂടി കൊടുക്കുക. അതേപോലെ ലോൺ എടുക്കുന്നത്, നമുക്ക് നല്ല ആവശ്യത്തിന് ലോൺ എടുക്കണമെങ്കിൽ ആ ആവശ്യം നടന്നിട്ട് എനിക്ക് ലോൺ അടയ്ക്കാൻ സാധിക്കും, തിരിച്ചെനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ലോൺ ക്ലോസ് ചെയ്യാൻ സാധിക്കും, എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിയ ശേഷം എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ലോൺ എടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ അതെനിക്ക് എടുക്കാൻ നഷ്ടമാണല്ലോ, അയ്യോ എൻ്റെ കുടുംബം തകർന്നുപോലോ, പലിശയെല്ലാം കൊടുത്തിയാൽ മുടിയൂലോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ പോകുന്ന വഴിയും കാണില്ല. ആ നമ്മൾ എടുക്കുന്ന എന്താവശ്യമാണ് ആ ആവശ്യം പോലും നമുക്ക് നടത്താൻ സാധിക്കില്ല. അപ്പം നമ്മളെപ്പോഴും നല്ല പോസിറ്റീവ് മൈൻഡോടെ ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ പോലും അതെൻ്റെ ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടത്തിയിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചടയ്ക്കാൻ സാധിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി മാത്രമേ നമ്മൾ ലോൺ എടുക്കാവുള്ളൂ. പൈസ വയ്ക്കുമ്പോഴും പ്രാർത്ഥനയോടുകൂടി, പൈസ മേടിക്കുമ്പോഴും പ്രാർത്ഥനയോടുകൂടി നല്ലത് മാത്രം വരുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമ്മളെടുക്കുക. സന്ധ്യ സമയത്തൊന്നും പൈസയുടെ കച്ചവടങ്ങൾ നടത്താതിരിക്കുക. പൈസയൊന്നും സന്ധ്യയ്ക്കൊന്നും ആർക്കും എടുത്തു കൊടുക്കരുത്. ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രമിച്ചിട്ട്, ഇതൊക്കെ പണ്ടുകാലം തൊട്ട് എല്ലാവരും തന്നെ പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് കുറച്ചൊക്കെ പൈസ ഉണ്ടാക്കാനും നമുക്കൊരു സമാധാനം, നമ്മുടെ വീട്ടിൽ സന്തോഷം ഉണ്ടാകാനും സാധിക്കും. അപ്പം എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കും.